ഇന്നലെ രാത്രി മുതൽ ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും SHO പ്രതാപചന്ദ്രൻ്റെ ചെയ്തികൾ. ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്തടിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. 2024 ജൂൺ 20 എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ കാണൂടെ 1-2 ആൾക്കാരൊക്കെ കാണും, അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന പോലീസുകാർ കാണും. ജനങ്ങളോട് കുറച്ച് ഇഷ്ടവും സ്നേഹവും, അല്ലെങ്കിൽ കുറച്ച് ഞങ്ങൾ ചെയ്യുന്നത് ഒരു സർവീസാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സാലറി അവരെ സെർവ് ചെയ്യാനാണ്, അല്ലാതെ അവരെ അടിമകളെ പോലെ കൊണ്ടുവന്ന് ഇടിച്ച് പിഴിയാനല്ല, അല്ലെങ്കിൽ അവരുടെ തലയിൽ കള്ളക്കേസ് കെട്ടിവെക്കാനല്ല എന്ന് ചിന്തിക്കുന്ന വളരെ കുറഞ്ഞ പോലീസുകാർ മാത്രമേ ഒരു സ്റ്റേഷനകത്ത് കാണൂ, അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കകത്തുള്ളൂ. മോസ്റ്റ് മെജോറിറ്റി ആളുകളും കാക്കി മേത്ത് കയറിക്കഴിഞ്ഞാൽ ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന സ്കീമിലുള്ള ആളുകളാണ്. എന്താണെങ്കിലും ഇതിലെ SHO പ്രതാപചന്ദ്രൻ ചില്ലറക്കാരനല്ല. ഈ വിഷ്വൽസും ഈ ന്യൂസും പുറത്തു വന്നതോടുകൂടി ഇഷ്ടം പോലെ ആളുകൾ ഇയാൾ കാണിച്ചു കൂട്ടിയ ഇയാളുടെ വൃത്തികെട്ട ശാരീരികവും മാനസികവുമായിട്ട് ഇയാളിൽ നിന്ന് അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഈ വിഷയം തന്നെ എടുത്തു വെച്ച് നോക്കാം. ഓക്കെ, ഇത് 2024 ജൂൺ 20 ഈ സംഭവം നടക്കുന്നത്. നമ്മളടക്കം വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അന്ന് ഗർഭിണിയായ ഒരു സ്ത്രീ, 2 കൈക്കുഞ്ഞുങ്ങൾ, അതായിരുന്നു ആ വാർത്തയുടെ ഏറ്റവും പ്രാധാന്യം. അവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു, അതായിരുന്നു പുറത്തു വന്നത്. പക്ഷെ പോലീസ് അതിൽ വിശദീകരിച്ചത് ഈ സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങളെ സ്റ്റേഷനിലേക്ക് വലിച്ചെറിഞ്ഞു. അത് പോലീസ് ആ സാഹചര്യം കൈവിട്ടു പോയപ്പോൾ അത് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ടു. അതിനിടയിൽ ഉന്തും തള്ളും ഉണ്ടായി. അങ്ങനെ പോലീസുകാരൻ, അതായത് CI പ്രതാപചന്ദ്രനെ ഈ പരാതിക്കാരിയായ സ്ത്രീ ഷൈമോൾ ആക്രമിച്ചെന്നും കയ്യിൽ മാന്തി പരിക്കുകളടക്കം ഏൽപ്പിച്ചു എന്നുമായിരുന്നു പോലീസിൻ്റെ ഒരു ഭാഷ്യം. പക്ഷേ അന്ന് നമ്മൾ പരാതിക്കാരിയുടെ പ്രതികരണം അടക്കം എടുത്തതാണ്. ഗർഭിണിയായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഉന്തും തള്ളും ഉണ്ടായപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് അവർ വളരെ സങ്കടപ്പെട്ട് കാര്യങ്ങൾ, താൻ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ടില്ല, CI തൻ്റെ മുഖത്തടിച്ചുവെന്നും തന്നെ പിടിച്ചു തള്ളിയെന്നും ഭർത്താവിനെ അവിടെ വെച്ച് മർദ്ദിച്ചെന്നും ഒക്കെ വിശദീകരിച്ചിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഷ്യം ഇതിനൊക്കെ നേരെ വിപരീതമായിരുന്നു. പോലീസ് എപ്പോഴും വിശദീകരിച്ചത് ഈ സാഹചര്യത്തെ അവിടെ പ്രക്ഷുബ്ധമാക്കുകയും ഇത്തരമൊരു കയ്യാങ്കളിയിലേക്ക് എത്തിച്ചതും പരാതിക്കാരിയാണെന്നൊരു വിശദീകരണമായിരുന്നു. അന്ന് അവർ വ്യക്തമാക്കിയത് CCTV ദൃശ്യങ്ങൾ പുറത്തു വിടട്ടെ, തങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന നിലപാടായിരുന്നു പരാതിക്കാരിയും ഭർത്താവും എടുത്തത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ഈ ബെൻജോയെ പിടിച്ചുകൊണ്ട് പോയ സംഭവത്തിലൊരു FIR പോലും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നത് കൗതുകകരമായ കാര്യമാണ്. അപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ എന്നതായിരുന്നു ഇതിൽ ഏറ്റവും നിർണായകം. ഈ കേസിൽ ഒരാഴ്ചത്തേക്ക് മാറ്റി നിർത്തി എന്നതിനപ്പുറം CI പ്രതാപചന്ദ്രനെതിരെ നടപടികൾ. അതായത് പോലീസ് സ്റ്റേഷനിലെ CCTV എന്ന് പറയുന്നത് ശരിക്കൊരു കോമഡിയാണ്. ഭാഗ്യമുള്ളവർക്ക് അവർ ചിലപ്പോൾ വിഷ്വൽസ് ചോദിച്ചാൽ കുറേ കാലം പിന്നാലെ നടന്നാൽ കിട്ടും, മനസ്സിലായോ? ഭാഗ്യമുണ്ടെങ്കിൽ. റീസെൻ്റ്ലി നമ്മൾ 1-2 ഇഷ്യൂസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം മോസ്റ്റ് മെജോറിറ്റി ആളുകൾക്കും CCTV വിഷ്വൽസ് കിട്ടാറില്ല, അല്ലെങ്കിൽ CCTV വിഷ്വൽസ് ഇല്ലാത്ത, അതിൻ്റെ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇവന്മാർ ഇടിച്ച് പിഴിയാറാണ് പതിവ്. പല സ്റ്റേഷനിലും ഇത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം നമുക്ക് നോക്കാം. ഇവിടെ ഈ ലേഡി കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വന്നു, കുഞ്ഞുങ്ങളെ എറിഞ്ഞ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയ സമയത്ത് പോലീസ് ഇടപെട്ടു എന്നാണ് പോലീസിൻ്റെ വേർഷൻ. ഇന്നലെ പ്രതാപചന്ദ്രൻ മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിനകത്തും ഈ ലേഡിയെ വളരെ മോശക്കാരിയാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടാണ് ബൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പല സാഹചര്യങ്ങളിലും ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ച് ഞാൻ പറയാം, പലരും കുട്ടികളെയും സ്ത്രീകളെയും, അല്ലെങ്കിൽ സ്ത്രീകൾ സ്വയം ഒരു ടൂളായിട്ട് മാറാറൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സിറ്റുവേഷനിൽ പച്ചപ്പകൽ പോലെ ഈ വിഷ്വൽസിനകത്ത് കാര്യങ്ങൾ ക്ലിയറാണ്. അവിടെ വനിതാ പോലീസ് ഉണ്ട്, അത്യാവശ്യം ബാക്കി പോലീസ് സ്ട്രെങ്ത് ഉണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വനിതാ പോലീസിന് വെറുതെ അവിടെ കാക്കിയിട്ടിട്ട് പാറാവ് നിർത്താനും ഇവർക്ക് ആവശ്യമുള്ള വെള്ള പേപ്പറിൽ സാധനങ്ങൾ എഴുതിക്കാനും അല്ല പോലീസ് സ്റ്റേഷനിൽ നിർത്തേണ്ടത്, അല്ലേ? കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വനിതകൾക്ക് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വനിതകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് തോന്നുമ്പോൾ അവർ മാത്രം ഇടപെട്ടാൽ മതി. എന്തിനാണ് ഇവർ കയറി? അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കാം, പിടിച്ചു നിർത്താം. ഓരോ പ്രോട്ടോക്കോളുകൾ ഇതിനകത്തില്ലേ, നിയമങ്ങളില്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആ ലേഡിയുടെ മുഖത്തടിച്ചതെന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അതിനെന്താ പറയുക, ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉത്തരം ഇവൻ കാക്കി അഴിക്കുമ്പോൾ ഇവന് ജനങ്ങളെ നിന്ന് കിട്ടിക്കോളും. ഇവരാരും വിചാരിക്കുന്നില്ല ഏതെങ്കിലും ഒരു ടൈമല്ല, സർവീസ് കഴിഞ്ഞ് കാക്കി അഴിഞ്ഞിരിക്കുമ്പോൾ പല പോലീസുകാർക്കും കൂടെ കൂട്ടിക്കിടക്കുന്ന നായ്ക്കളുടെ വില പോലും നാട്ടുകാർ കൊടുക്കാറില്ല.
അവരെ വരെ ചിലപ്പോൾ സ്നേഹിച്ചിട്ട് നാട്ടുകാരെന്ത് ചെയ്യും, ഇപ്പോൾ നായ്ക്കൾ ഇഷ്ടപ്പെടാത്തവരടക്കം നായ്ക്കളെ സ്നേഹിച്ചിട്ട് ഒരു നേരം ചോറ് കൊടുക്കും എന്ന് പറയും. പുളിച്ചാട്ടും തുപ്പും കിട്ടി വീട്ടിൽ നിന്ന് കാക്കി ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ അടഞ്ഞുകൂടി സൈഡായി പോയ ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇപ്പം കാക്കിയിട്ട് ഇതേമാതിരി തിളപ്പ് കാണിക്കുന്നവന്മാർ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇന്നലെ മുതൽ ഈ വിഷയത്തിൽ കുറേ സംശയങ്ങളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എവിടേക്കോ ഈ പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർക്ക് ഇവരുമായിട്ടൊരു വ്യക്തിവൈരാഗ്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് ആദ്യമൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഇവരുടെ ഒരു ബിസിനസ് നടക്കുന്നു, ഇവരുടെ വീട് അതിനടുത്താണ്. പോലീസുകാർ നടത്തിയ ഒരു അവരുടെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്ത ആക്റ്റിൽ ഇവർ വീഡിയോ എടുത്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് ഈ പോലീസുകാരൻ ഈ ലേഡിയുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യുന്നത്. ലേറ്റർ ഓൺ ഈ ലേഡിയുടെ ഹസ്ബൻഡിന് കുറച്ച് കേസുകളുണ്ടെന്ന് പറയുന്നു. ആ ലേഡിയുടെ ഹസ്ബൻഡ് വന്നിട്ട് എന്ത് കേസുകളാണ് ഉള്ളതെന്നും ആ ഉള്ള കേസുകളിൽ ഈ പ്രതാപചന്ദ്രൻ ഏത് രീതിയിൽ ഇടപെട്ടു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ആകെ മൊത്തം ഇത് വരി പേഴ്സണലായിട്ടൊരു റിവഞ്ച് തീർക്കാൻ ഈ പോലീസുകാരൻ ആ സിറ്റുവേഷൻ യൂസ് ചെയ്തോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആദ്യം മുതലേ വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ ഒരുപാട് പേര് ഈ പ്രതാപചന്ദ്രനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന അവരുടെ ആ ഒരു ഇൻറ്റൻസ് സിറ്റുവേഷൻ ഉണ്ട്. അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാക്കിയിട്ടവരെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അടി കിട്ടും അവർ നമ്മളെ തെറിയും അറിയും. അങ്ങനെയുള്ള സിറ്റുവേഷൻ അനുഭവിച്ച് വന്ന് ഒരുപാട് പേര് ഇന്നലെ മീഡിയയുടെ മുന്നിൽ വന്നു. അല്ലാതെ എനിക്ക് പേഴ്സണലി 1-2 പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇയാളിൽ നിന്ന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള തെറികൾ കിട്ടിയിട്ടുണ്ട്, രാത്രി ഹോട്ടലിലും തട്ടുകടയിലും പോകുന്ന വഴിക്ക് ഇയാൾ വണ്ടി എടുത്ത് തല്ലിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരാരും പുറത്ത് വരാനോ പറയാനോ റെഡിയല്ല. അതൊക്കെ എൻ്റെ ഇൻബോക്സിൽ തീർന്നു പോകുന്ന കാര്യമായതുകൊണ്ട് ഞാൻ എടുത്തു കൊടുന്ന് വെച്ചിട്ട് ആ ഓഡിയോ സ്ക്രീൻഷോട്ടൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. കാരണം അവർക്ക് നാളുകളിൽ അവർക്കത് പേഴ്സണലി പുറത്ത് പറയാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ എന്നെ അറിയിച്ചു എന്നുള്ള മാതിരി അറിയിച്ചു. ഹിയർസേ മാതിരി സായി പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഇതിലതല്ലാതെ നിങ്ങൾ റാസ്പുട്ടിൻ ഡാൻസർ, ഓക്കെ, ഞാൻ ഇവിടെ വിളിക്കുന്നത് കുടിയൻ ഡാൻസർ, ഞാൻ ഈ വിഷയം വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? സനൂപ് കുമാറിൻ്റെ വീഡിയോ 2023 സനൂപിനെ ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് പോലീസുകാർ ജീപ്പിലേക്ക് ചവിട്ടി കൂട്ടി കൊണ്ടുപോകുന്നൊരു വിഷ്വൽ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. സനൂപിനെ അറിയുന്നവർക്ക്, കുടിയൻ ഡാൻസർ എന്ന് പറഞ്ഞ പ്രൊഫൈലിനെ അറിയുന്നവർക്ക് നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ വിഷയം നിങ്ങൾ എൻ്റെ റെഗുലർ വ്യൂവേഴ്സിന് എന്താണെന്നുണ്ടെങ്കിലും ഓർമ്മ ഉണ്ടാവും. ഇന്ന് ഈ വിഷയത്തിൽ സനൂപ് കുമാർ വന്ന് പറയുന്നുണ്ട് സനൂപിനെ അന്ന് ചവിട്ടി കൂട്ടി ഈ കള്ളക്കേസിൽ കൊണ്ടുപോയിട്ടതും ഇതേ പ്രതാപചന്ദ്രനാണ് എന്നുള്ളത്. അപ്പോൾ ഇവൻ്റെ ഇത് സ്ഥിരം പരിപാടിയാണ്, മനസ്സിലായില്ലേ? ഇതല്ലാതെ വേറൊരു പയ്യൻ്റെ തൊട അടിച്ച് പൊളിച്ച കേസ് വേറെയുണ്ട്, അതും ന്യൂസ് മീഡിയയിൽ ഇന്ന് ആ പയ്യൻ വന്ന് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ തല്ല് കിട്ടിയ സ്ത്രീ അവരെന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലെ ഈ സംഭവം നടക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് 2 പോലീസുകാർ മർദ്ദിക്കുന്നതിൻ്റെ 2 ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന 2 പേരെ മർദ്ദിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം ഫോണിൽ പകർത്തിയായിരുന്നു. അതേ ചൊല്ലിയിട്ടാണ് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോലീസുകാർ ഞങ്ങളുടെ അവിടെ വന്ന് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. പിന്നാലെ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഇട്ട് മർദ്ദിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ അടിക്കരുത്, ഉപദ്രവിക്കരുത്, എനിക്ക് മക്കൾക്ക് ഇവിടെ വേറെ ആരുമില്ല, 2 കുഞ്ഞുങ്ങളെയും വെച്ച് ഞാൻ പ്രഗ്നൻറ്റുമാണ്, ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നെഞ്ചത്ത് പിടിച്ച് തന്നെ ഒരൊറ്റ തള്ളിയിട്ട് അപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും തള്ളി ഞാൻ വേച്ച് പോകുന്നുണ്ട്. അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ, എനിക്ക് വയ്യാണ്ടായി, ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ആ സമയത്താണ് ഞാൻ കേസാക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്കെതിരെ കുറേ കള്ളക്കേസുകൾ ഇട്ടു. കുഞ്ഞുങ്ങളെ ഞാൻ വലിച്ചെറിഞ്ഞെന്നും പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചെന്നും CI സാറിനെ ഞാൻ മാന്തി പരിക്കേൽപ്പിച്ചെന്നൊക്കെ ഒരുപാട് കള്ളക്കേസുകൾ ഇട്ടു. എൻ്റെ ഹസ്ബൻഡിന് ഒരു തെറ്റും ചെയ്യാതെ 5-6 ദിവസം ജയിലിൽ പിടിച്ചിട്ടു. ആ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ചു പോയ ഒരുപാട് മാനസിക അവസ്ഥയുണ്ട്. എൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രത്തോളം നിയമ പോരാട്ടം നടത്തി എനിക്ക് ഇന്ന് ദൃശ്യങ്ങൾ കയ്യിൽ കിട്ടിയത്. അതായത് ഞങ്ങളിവിടെ ഈ സ്ഥാപനം നടത്തിയിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അതെ അപ്പോൾ ഈ പോലീസിൻ്റെ ഇവിടെ ഈ മുന്നിലുണ്ടായ സംഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവിടെ എന്തോ വേറെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകൻ അതിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു ഇതിലേക്ക് മാറ്റിയത്. പക്ഷേ അത്ര വലിയ ഇഷ്യൂ ഉണ്ടാക്കേണ്ട. ഞാൻ പൊതുസ്ഥലത്ത് ഒരു വീഡിയോ എടുത്തു, പക്ഷെ അതൊരു നിയമവശമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അല്ല, തലേദിവസം ഉണ്ടായ സംഭവം. അതിൽ പ്രകാരം ഇവിടെ തൊട്ട് മുന്നിൽ റോട്ടിലുണ്ടായ ഒരു സംഭവം. പക്ഷെ അതിൽ പ്രകാരം നമ്മളതിനെ അറസ്റ്റ് ചെയ്യണം. അതിനെ അതിൽ പ്രതി ചേർത്ത്
അന്ന് പോലീസ് താങ്കളെ കസ്റ്റഡി എടുക്കുന്ന സമയത്ത് എന്ത് കുറ്റമായിരുന്നു ആരോപിച്ചത്? നമ്മുടെ അടുത്ത് ഇതിന് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ FIR ഇട്ടിട്ടില്ല. എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു FIRO കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഈ അറസ്റ്റ് ചെയ്ത് എന്നെ ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്തിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് അവർ FIR ഇടുന്നത് എനിക്കുള്ളത്. അത് ടെക്നിക്കലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അഡ്വക്കേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെയും അവർ വേണ്ട രീതിയിൽ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ. അപ്പോൾ ഇതിനെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇവർ ടൂറിസ്റ്റ് ഹോം നടത്തുന്ന ആളുകളാണ്. ഇവരുടെ ടൂറിസ്റ്റ് ഹോമിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ബാറാണ്. അപ്പോൾ ബാറിൽ നടന്ന എന്തോ ഒരു കശപിശ അടിപിടി. ഇപ്പോൾ ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ തന്നെ മകൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ മകൻ അല്ലെങ്കിൽ റിലേറ്റീവ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു അടിപിടി കേസ്. ഓക്കെ, ഇയാൾ പുറത്ത് നിന്നത് വീഡിയോ എടുത്തു. ഫൈൻ. ആ വീഡിയോ പുറത്ത് വരാതിരിക്കാനോ അല്ലെങ്കിൽ ഈ കേസ് കൂടുതൽ മുന്നോട്ട് പോകാതിരിക്കാനോ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിക്ക്, അവൻ വീഡിയോ എടുത്തല്ലോ, അല്ലെങ്കിലും എന്നോട് ചൊറുള്ളവനാണ്. പ്രതാപചന്ദ്രനുമായിട്ട് ഓൾറെഡി ഇയാൾക്ക് വേറൊരു സീനുണ്ട്, ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി. അത് ഇയാൾ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇവൻ ഈ വീഡിയോ എടുത്ത് വെച്ചത് എനിക്കിട്ട് പണിയാനാണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം പ്രതാപചന്ദ്രൻ ഇയാളെ കയറി അറസ്റ്റ് ചെയ്തത്. അത് ചോദിക്കാൻ ചെന്നതാണ് ഭാര്യ. ഓക്കെ, ഒരിക്കലും ഈ ലേഡി കയ്യിലിരിക്കുന്ന 2 കുട്ടികളെയും കൊണ്ട് മറ്റേ സ്റ്റേഷൻ ആക്രമിച്ച് പുഷ്പ കളിച്ച് ഹസ്ബൻഡിനെയും കൊണ്ട് തിരിച്ചു വരുന്നില്ലല്ലോ. പിന്നെ അവിടെ ലേഡി പോലീസ് ഉള്ള സമയത്ത് ഇവൻ ഈ കാണിച്ച തെമ്മാടിത്തരം ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്, അല്ലേ? ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ചില പോലീസുകാരുണ്ട്, ഞാനിത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നൊരു മനുഷ്യനാണ്. വൈരാഗ്യം ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് നമ്മളോട് ഈഗോ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ മര്യാദയ്ക്ക് നടക്കുന്നവർക്ക് ഇഷ്ടമല്ല, നമ്മൾ നല്ല വണ്ടി പോകുന്നവർക്ക് ഇഷ്ടമല്ല, നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല, നമ്മൾ ലൈഫിൽ നല്ല രീതിയിൽ സെറ്റിലാവുന്നവരെ അവർക്ക് ഇഷ്ടമല്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ എഫേർട്ടിൽ നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന കാശിലായിരിക്കും നമ്മൾ വീട് വയ്ക്കുന്നതും വണ്ടി വാങ്ങുന്നതും നല്ല ഡ്രസ്സ് ഇടുന്നതും ലൈഫിൽ സെറ്റിലാവുന്നത്. ചില കാക്കിയുള്ളവരുടെ മനസ്സിനകത്ത് എന്താണെന്നറിയൂ, കാക്കിയുണ്ട്, അവർക്ക് പവർ ഉണ്ടെന്നുള്ളൂ. ലൈഫ് മൂഞ്ചി എന്നുള്ളത് അവർ തിരിച്ചറിവ് അവർക്കുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു മൂഞ്ചലിന് രക്ഷപ്പെടാനൊന്നും പറ്റാതാവുമ്പോൾ വേറൊരുത്തൻ്റെ ലൈഫിൽ അവൻ നല്ല ഫിനാൻഷ്യലി സെറ്റിലാവുന്നു, മെൻ്റലി സെറ്റിൽ ഡൗൺ ആവുന്നു, എല്ലാം കൊണ്ടും സെറ്റിൽ ഡൗൺ ആകുമ്പോൾ ഓൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൈ കിട്ടി അവനെ തീർത്ത് കളയാനുള്ള മെൻറ്റാലിറ്റി നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിച്ചില്ല. കാരണം ഞാൻ അതിൻ്റെ അനുഭവസ്ഥനാണ്. ഭയങ്കര ഈഗോ ആണ് ഇവർക്ക്, മനസ്സിലായോ? അതിനുവേണ്ടി ചില ആൾക്കാർ വളരെ നല്ലവരും ഉണ്ട്. പക്ഷേ അവർ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈഗോ, വൈരാഗ്യം ഇതൊന്നും വെച്ച് ചെയ്യേണ്ട ഒരു ജോലിയല്ല പോലീസിംഗ് എന്നുള്ളത്. അതൊരു സർവീസാണ്, അത് അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ ഭരിക്കരുത്. ഇപ്പോൾ നാട് ഭരിക്കുന്ന തമ്പ്രാക്കന്മാരുള്ള കാലമാണ്. പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നാട് ഭരിക്കുന്ന ആഭ്യന്തരം കൊലച്ച് നിൽക്കുന്നൊരു വാഴി, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മൂത്ത പഴവുമാണ് നമുക്ക് ആഭ്യന്തരമായിട്ടുള്ളത്. ആ ഒരു സെറ്റപ്പിൽ പോകുന്ന ആഭ്യന്തരമുള്ളപ്പോൾ ഇതേപോലുള്ള കാക്കിയിട്ട നീചന്മാർക്ക് എന്താണ് വളമാണ്, കായ്ക്കാനും കുലയ്ക്കാനും നാട്ടുകാരുടെ നെഞ്ഞത്ത് കയറാനൊക്കെ. അതുപോട്ടെ, അത് വേറെ സിനാരിയോ, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ കാലത്തും എല്ലാവരും ഭരിച്ച സമയത്ത് ഇതേപോലെ പോലീസിൽ കുറേ എണ്ണന്മാരുണ്ടായിട്ടുണ്ട്. കാരണം അവർക്കിപ്പോൾ ഭരണം ഏതാ ഭരിക്കുന്ന ആരാന്നൊന്നുമില്ല, അവരാണ് രാജാവ്. കാക്കി കയറി കഴിഞ്ഞാൽ അങ്ങനെ സ്കീം പോകുന്നവരുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ചെയ്യാം. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ ഇട്ടോ, ഇടായിരിക്കൊന്നും വേണ്ട. ഈ പ്രതാപചന്ദ്രന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കേസിലേക്ക് ബെന്നെന്ന് പറഞ്ഞ ആൾ 2-3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഓൾറെഡി ഒരു സ്ത്രീ ആക്രമിച്ച കേസിലും പ്രതിയാണ്. ഞങ്ങളുടെ ഒരു റോബറി കേസിലെ 2 പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും അതിന് പോലീസിനെ അവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ പോലീസിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ കേസുകളിൽ 2 പ്രതികളെ അന്ന് രാത്രി രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ പ്രതിയാണ്. ആ കേസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ബെഞ്ചോ എന്ന് പറഞ്ഞവർ ഈ ലേഡിയുടെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ വന്നത്. വന്ന സമയത്ത് അവരുടെ വീട്ടിലെല്ലാം അവർക്കറിയാം. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന അയാളെ കൊണ്ടുവന്നിട്ട് ആ സമയത്തൊന്നും അയാൾ വേറെ പ്രശ്നമില്ല, കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം പറഞ്ഞാൽ ഏതോ പ്ലാൻ ചെയ്ത പോലെ അവർ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളിക്കയറി വരും. ഡോറ് ചവിട്ടി തുറന്ന് കയറി അകത്ത് വന്ന് ആ കുഞ്ഞുങ്ങളെ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെ എറിഞ്ഞ് പോലും ഞാനും ചാവുമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി. എൻ്റെ വനിതാ പോലീസുകാരൊക്കെ ഒരു വനിതാ പോലീസാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. അതൊക്കെ ആ വിഷ്വലുണ്ട്. ആ വനിതാ പോലീസുകാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറാൻ വേണ്ടി വന്നു. അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് ആ കുഞ്ഞുങ്ങളെ എറിഞ്ഞ് തറയിട്ടനെ. ആ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവർക്കൊരു ഇതുണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും അതിക്രമിച്ച് കയറി വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി
തീർത്തും തള്ളി എന്നെ 2 പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി തള്ളി. ആ നെഞ്ചിൽ തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം, ആ ഒരു ആക്ഷൻ ഉണ്ടായത്. ഇത് ഒരിക്കലും ഞങ്ങളാരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സഡൻ പ്രൊവോക്കേഷനിൽ അവർ ഒത്തിരിയും വന്ന് വയലൻ്റായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. പോലീസ് പ്രതികളെ കൊണ്ടുവരുന്നത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് സാധാരണ പതിവുള്ള കാര്യമാണ്. അവർ ഒരു ഇതുമില്ലാതെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവർ ജീവന് ഒരു മര്യാദ ഒരു അല്പം പോലും അവർക്കൊരു കെയർ കൊടുക്കാതെ എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിച്ചെങ്കിൽ അവസാനിച്ച് വയ്ക്കാൻ ആ കുട്ടികൾ ആ സമയത്ത് സമയോചിതമായിട്ട് ഞങ്ങൾ വനിതാ പോലീസിനെ ഞാൻ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആ തിക്കിലും തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തറവിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവത്തിനേക്കാൾ ഭീകരമായി പോകണം. അപ്പോൾ അവർ ആ കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു മനസാക്ഷ്യം കാണിക്കാതെ കുഞ്ഞുങ്ങളെ വെച്ച് വളരെ വിലവേശം പോലെയാണ് അവരകത്ത് കയറി വന്ന് തള്ളി തുറന്ന് അകത്ത് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അതിൽ ഹോട്ടലിൽ 2 മൊബൈലും ഒരു പേഴ്സും കൂടെ റോബർ ചെയ്ത 2 പ്രതികളുണ്ടായിരുന്നു. ആ പ്രതി രാത്രി 112-ൻ്റെ ആക്ഷൻ വന്നിട്ട് ആ സമയത്ത് ഒരു SIയും ഒരു പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 കൂടെ രാത്രി പോയിട്ട് ആ പ്രതികളെ പിടിച്ച് വയ്ക്കുകയും ആ സമയത്ത് പിടിച്ച് ജീപ്പിനകത്ത് കയറ്റി ഇവരെല്ലാം കൂടെ ചേർന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഈ ലേഡിയുടെ ഹസ്ബൻഡും ആൾക്കാരെയും ഇറക്കി വിട്ടു. പോലീസിന് ഈ വളരെ രാത്രി 2 പേരെ 3 പേരെ വളരെ എണ്ണത്തിൽ കുറഞ്ഞ പോലീസിനെ വെച്ചിട്ടാണ് ഈ ലോ ആൻഡ് ഓർഡർ നോക്കണം അവിടെ. അപ്പം നോർത്ത് പോലുള്ള സ്റ്റേഷനിൽ ഇത്രയും സെൻസിറ്റീവായ സ്റ്റേഷനിൽ ഈ 2 പ്രതികളെ മനഃപൂർവ്വം രാത്രി ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡ് നല്ല മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബാറിൽ നിന്ന് ഇറങ്ങിയ കുറേ ആൾക്കാർ, ബാറാണ് എൻ്റെ ഫ്രണ്ടിൽ, ഇവരുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ബാറാണ്, ഇവർ റൂംസ് വാടക കൊടുക്കുന്ന ബിസിനസ് അവർക്ക്. അതിൻ്റെ ഫ്രണ്ടിൽ ബാറായിരുന്നു. ആ ബാറിൽ നിന്ന് മദ്യവെച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ആ 2 പോലീസുകാരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഈ പിടിച്ചു കയറ്റിയ പ്രതികളെ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. അതിലേക്കാണ് ആ കേസെടുത്തത്. 3 ദിവസത്തോളം ഇയാൾ ഒളിവിലായിരുന്നു. ഒളിവിലായ ശേഷം വന്നപ്പോഴാണ് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ വന്നാൽ നിങ്ങൾ ആ വിഷ്വൽ നോക്കി മനസ്സിലാവും. ആ ലേഡി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ഫാസ്റ്റായിട്ട് കയറി പരാതി ഉയർന്ന സമയത്തെ താങ്കൾ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് അവരെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും അടിക്കുകയും ചെയ്യുന്നത് കൃത്യമല്ല, വ്യക്തമാവുമല്ലേ? അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ ഇത്രയും അതിക്രമം കാണിച്ച് തള്ളി തുറന്ന് നമ്മളെ തള്ളി അറിയില്ല. എന്നെ തള്ളുന്ന ദൃശ്യം അതിനകത്തുണ്ട്, എന്നെ തള്ളി അറിയുന്നതുകൊണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു ആക്ഷൻ അത്. ഗർഭിണിയായ ഒരു സ്ത്രീയാണ്, 2 കുഞ്ഞുങ്ങൾ. ഞങ്ങൾക്ക് അറിയാം ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഒരു സ്ത്രീ ഗർഭിണിയാവണമെന്നൊന്നുമില്ല സാറേ. ആ സ്ത്രീയുടെ ഹസ്ബൻഡിനെ കൃത്യനിർവഹണത്തിന് എതിര് നിന്നു എന്ന് പറഞ്ഞുള്ള കേസ് എടുത്തിട്ടായിരിക്കണമല്ലോ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക. FIR ഇട്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു നറേറ്റീവ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? 2 പേര് മൊബൈൽ മോഷണോ പേഴ്സ് മോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ബാറിൽ നിന്ന് പൊക്കി. ഓക്കെ, ബാറിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് പൊക്കി. അപ്പോൾ അവർ നാട്ടുകാരിടപെട്ടു, അയാൾ വീഡിയോ എടുത്തു. ബാക്കിയൊക്കെ നിങ്ങളെ പേഴ്സണൽ വിഷയമാണ് ആ വ്യക്തിയുമായിട്ട്. എനിക്ക് മനസ്സിലായിടത്തോളം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ആ ലേഡി സ്റ്റേഷനിൽ വന്നപ്പോൾ 2 കുട്ടികൾ, ഒരു അമ്മ ഗർഭിണി, ഓൾറെഡി 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെയും കൊണ്ടല്ലേ വരിക. അവർക്ക് പിഞ്ചു കുട്ടികളെ ഇട്ടിട്ട് പോരാൻ പറ്റും. പിന്നെ അവർ വരുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കി അവരെ കൂൾ ഡൗൺ ചെയ്യുക, അവരെ ഹാൻഡിൽ. എന്താ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമാണോ? വനിതാ പോലീസിന് ഇനഫ് സ്ട്രെങ്ത് വേണം. ഫിസിക്കലി വയ്യാത്ത വനിതാ പോലീസ് യൂട്രസ് റിമൂവ് ചെയ്ത് കഷ്ടപ്പാടുള്ളൊരു വനിതാ പോലീസിനെ വെച്ച് ഉന്തേണ്ടതാണോ പോലീസ് സിസ്റ്റം കേരളത്തിൽ? അല്ല, അങ്ങനെയാണോ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നതിൽ തന്നെ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയേഴ്സ് ഓരോന്നായിട്ട് ഹിഡനായിട്ട് കിടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അറിയാം, നിങ്ങളൊക്കെ ഫ്രസ്ട്രേറ്റഡാണ്. പല പോലീസുകാരും ഫ്രസ്ട്രേറ്റഡാണ്. കാരണം എണ്ണം കുറവാണ്, ഓവറായിട്ടുള്ള ജോബ്, അവർക്ക് ഭയങ്കര വർക്ക് ലോഡ് കൂടുതലുണ്ട്, രാപ്പകലില്ലാത്ത ജോലിയാണ്, അങ്ങനെയൊക്കെ അറിയാം. അറിയാനിട്ടൊന്നുമല്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ കേസിൽ, പ്രതാപചന്ദ്രൻ്റെ കേസിൽ കുറച്ച് കാലമായിട്ട് നാട്ടുകാരുടെ നെഞ്ഞത്ത് കയറുക എന്ന് പറയുന്നത് ഒരു ഹരമായി മാറിയത് കൊണ്ട് നിങ്ങൾക്ക് ആ ലേഡി നിങ്ങളോട് ഇപ്പോൾ ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ സ്വന്തം ഭർത്താവിനെ പിടിച്ചോടുന്ന് അത് ചോദിക്കാൻ വരുന്ന ഒരു സ്ത്രീ, ഓക്കെ, അവർ ഫ്രസ്ട്രേറ്റഡ് ആവും, അവർ ചിലപ്പോൾ ചൂടാവും, അവർ ദേഷ്യപ്പെടും. വനിതാ പോലീസിനെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിനാണല്ലോ ഈ പരിപാടിക്ക് എല്ലാം കൂടിയും കുറേ കാലം ഇതൊക്കെ പഠിച്ച് ഇതിലെല്ലാം പഠിക്കുന്നുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിക്കുന്നില്ലേ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്രിമിനലിനെയോ അല്ലെങ്കിൽ അല്ലാത്ത വ്യക്തികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിക്കുന്നില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ക്യാമ്പിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടല്ലേ വിടുന്നേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ വിഷയം അതല്ല, നിങ്ങളുടെ വിഷയം ഈഗോ ആയിരുന്നു. മനസ്സിലായില്ലേ? ഈഗോ. ആ ഈഗോൻ്റെ മുകളിലാണ് നിങ്ങൾ ആ അടിച്ചതും ആ ക്രൂരത കാണിച്ചതും. ഇനി ഈ ലേഡിയുടെ ഹസ്ബൻഡ്, ഈ ലേഡിയുടെ ഹസ്ബൻഡിന് കുറച്ച് കേസും കൂട്ടമുണ്ട് എന്നൊക്കെ പ്രതാപചന്ദ്രൻ ഇവിടെ പറയുന്നുണ്ടല്ലോ, ആ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. എൻ്റെ പേരുള്ള കേസുകൾ പോലീസ് അന്വേഷിക്കട്ടെ, നിങ്ങളും അന്വേഷിക്കുക.
കൊറോണ കാലത്ത് ഉണ്ടായിരുന്ന ഒരു നമുക്ക് എല്ലാവർക്കും കൊറോണ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്രൈമിൻ്റെ ഇതാണ് ഒരു കൊറോണ ഇത് വന്നിട്ടുള്ളത് ഒരു കേസ്. പിന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബ്രഹ്മപുരം കത്തിയ സമയത്ത് ഞങ്ങളുടെ വേസ്റ്റ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുള്ളതിൻ്റെ കേസാണ് രണ്ടാമത്തെ കേസ്. പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ് ഒരു യുവതിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പുള്ളിക്കാരനാണ് എന്നെ അതിലന്ന് പെടുത്തി കളഞ്ഞത്. ഞങ്ങൾക്ക് ഇയാൾ പെടുത്തി ഞങ്ങൾക്ക് ജാമ്യം കിട്ടില്ലാത്തുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും മീഡിയയിലേക്ക് സെൻസേഷൻ കൊടുത്തു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സിറ്റുവേഷൻസും കാര്യങ്ങളും ഞങ്ങൾ മജിസ്ട്രേറ്റിനെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് അന്ന് തന്നെ ബെയിൽ കിട്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതിൽ അവർക്കെതിരെ നമ്മൾ കോടതി വഴിക്ക് CMP എടുത്തിട്ട് ഞങ്ങൾക്ക് വാദിക്കേണ്ടി വന്നു. പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ച് കേസ് അവർക്കെതിരെ എടുക്കാൻ പറ്റില്ല, കാരണം ഈ കേസ് അന്വേഷിച്ച് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ CMP പോയി. ഞങ്ങൾ ആ CMP അന്വേഷിച്ചതിൻ്റെ അതിൻ്റെ കോടതിയിൽ നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിൻ്റെ പ്രകാരം അവർക്കെതിരെ 308 വകുപ്പ് പ്രകാരം കേസ് എടുത്ത് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസിന്. അപ്പോൾ ഞാൻ പ്രതിയാണെന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞാൽ പറ്റില്ലോ, എനിക്ക് കോടതിയിൽ എൻ്റെ അടുത്ത് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീയുമായിട്ടുള്ള എന്തോ ഒരു വിഷയത്തിൽ ഈ പോലീസുകാരൻ ഈ വ്യക്തിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നും ആ കേസ് ഒരു കോഷ് ചെയ്യാൻ കോടതി കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം കോഷായതിനു ശേഷം തിരിച്ച് ഈ വ്യക്തി കൊടുത്ത കേസ് ഇപ്പം നടക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അതിനർത്ഥം എന്താ, ഈ പോലീസുകാരന് ഈ വ്യക്തിയെ നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഒരു ലോഡ്ജ് സ്ഥാപനം നടത്തുന്ന ഒരാളാണ്, ബാറിൻ്റെ ഓപ്പോസിറ്റാണ്. ഇനി പല നറേറ്റീവ്സും ഇതിൽ കൊണ്ടുവരാൻ ഇവർക്ക് പറ്റും. പിന്നെ ആ ലേഡിയുമായിട്ടുള്ള കേസ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് അതൊക്കെ നിൽക്കട്ടെ, അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ, കാരണം ഇതൊക്കെ ഒരു വേറെ എന്താ പറയുക വേറെ സ്റ്റോറി ലൈനിൽ പോകുന്ന ഒരു പരിപാടികളാണ്. സ്റ്റിൽ ഇവിടുത്തെ ചോദ്യം എന്താ, പോലീസ് സ്റ്റേഷനിലേക്ക് കൈക്കുഞ്ഞുമായിട്ട് വരുന്ന ഒരമ്മ, അതും ഗർഭിണി, അവരെ ഹാൻഡിൽ ചെയ്യാൻ ഇനഫ് പോലീസ് പവർ വനിതാ പോലീസ് ഇല്ല. 1, ഉള്ളവർ ഫിറ്റല്ല. 2, മൂന്നാമത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സീനിയർ ഓഫീസർ അടക്കം ബാക്കിയുള്ളവർക്ക് മെൻ്റൽ ഫിറ്റ്നസ് ഇല്ല, അവർ പ്രൊവോക്ഡ് ആവുകയാണ്. സിറ്റുവേഷൻ കെയോസ് ആകുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അറിയില്ല. പല സ്റ്റേഷനിലും നല്ല SHOമാരുണ്ട്, അവർ ബാക്കി പോലീസുകാർ നക്ഷത്രം ഇല്ലാത്ത പോലീസുകാർ അത്ര കാണിച്ചാലും ഇവർ വന്നിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും. അത് അവരുടെ മെറിറ്റാണ് ചില പോലീസുകാരത്. ഇത് ഒരു മെറിറ്റും ഇല്ലാതെ ഇതേപോലെ കുറേ എണ്ണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള പേഴ്സണൽ സംഗതി, പിന്നെ ആ സംഗതി ഈഗോ പൊട്ടി ആ ലേഡിയെ കയറി അടിച്ചൊരു വിഷയമാണ്. ഒരു സ്ത്രീയെ തല്ലുന്നത് പോലീസ് യൂണിഫോമിലിരിക്കുമ്പോൾ വനിതാ പോലീസ് ഉള്ളപ്പോൾ വനിതാ പോലീസിനെ കൺമുന്നിൽ വെച്ച് ആ പ്രവൃത്തി ചെയ്തതിന് ഇയാൾക്ക് ഡിസ്മിസൽ കിട്ടണം. ഇനി ഈ വ്യക്തി തന്നെ ചെയ്തു വെച്ച വേറൊരു പരിപാടി 2023 ഏപ്രിൽ 1 നമ്മൾ സ്റ്റാഫിനെ അന്വേഷിച്ച് ഞാൻ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. സൗത്തിൽ, നോർത്തിലൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ഈ പുറത്തുനിന്നുള്ളവരൊക്കെ വരുമല്ലോ ജോലിയൊക്കെ അന്വേഷിച്ചിട്ട്. അങ്ങനെ സ്റ്റാഫിനെ അന്വേഷിച്ച് പോയി ഉച്ചയപ്പോൾ പാലത്തിൻ്റെ അടി നോർത്ത് ഭാഗത്ത് കവർ ചെയ്ത് കഴിഞ്ഞ് ഞാനും വേറൊരു സാറുണ്ടായി. അപ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായിരുന്നു. ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ പാലത്തിൻ്റെ സൈഡിലിരിക്കണമായിരുന്നു. കുറേ പേര് ഇരിക്കണ്ടായിരുന്നു. ഞാൻ അവിടെ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടിരിക്കണമായിരുന്നു. അപ്പോഴാണ് 2 പേര് വന്നത്. ഞാൻ എന്നെ ഇങ്ങനെ ചൂരലിൽ ഇങ്ങനെ പയ്യെ തട്ടി. അപ്പോൾ ഞാൻ എണീറ്റ് എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വെയിലായപ്പോൾ വന്നിരുന്നതെന്ന് പറഞ്ഞു. അത് സംസാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ഈ പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വന്നത്. യൂണിഫോമിലായിരുന്നു വന്നത്. അപ്പോൾ ചോദിച്ച് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിനീഷ് എന്നായിരുന്നു പേര്. റിനീഷ് എന്നാണ് പേരെന്ന് പറഞ്ഞു. നിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാക്കനാടാന്ന് പറഞ്ഞു. കാക്കനാടുള്ളവൻ എറണാകുളത്ത് എന്തിനാന്ന് വന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ഞാനിങ്ങനെ വെയിലായപ്പോൾ വന്നിരുന്നാന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ദിവസം വരാറുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിപ്പോൾ എൻ്റെ പോക്കറ്റിൽ എന്താണെന്ന് ചോദിച്ചു. ഹെഡ്സെറ്റിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റിൻ്റെ കവർ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടായി. ഞാൻ പറഞ്ഞ ഹെഡ്സെറ്റാന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്ന സമയത്ത് തന്നെ ലാത്തിക്ക് ഒറ്റടി അടിച്ച്. അപ്പോൾ എനിക്ക് ശരിക്കും വേദന എടുത്ത്. അപ്പോൾ കുറേ പേരിങ്ങനെ നോക്കിയേക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റിനും കുറേ പേരുണ്ടായി. അവരെല്ലാവരും എന്നെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ പോലീസ് തല്ലണം കാണുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വേദന എടുക്കണ്ടേ, എന്തിനാ എന്നെ തല്ലിയെന്ന് ചോദിച്ചു. അത് ചോദിച്ച സമയത്ത് പിന്നെ കൈ ചുരുട്ടിയിട്ട് ഒറ്റടി മുഖത്തിട്ട് അടിച്ച്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു സാറേ എന്തിനാ എന്നെ തല്ലണേന്ന് ചോദിച്ചു. വീണ്ടും തല്ലി. ഞാൻ പറഞ്ഞു നിങ്ങളാണ് ഒരു ക്രിമിനലിൽ ഉണ്ടാക്കണത്. എൻ്റെ മനസ്സിൽ നിങ്ങളായിട്ട് യാതൊരു വിരോധവും ഇല്ല. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കണം, എന്നെ വെറുതെ തല്ലണം എന്തിനാന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഇനി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇടി കൊള്ളണതും പോലീസ് സ്റ്റേഷനിൽ ഇട്ട് ഇടി കൊള്ളണതും സെയിം അല്ലേ. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. പിന്നെ എന്നെ ഒരു 2-3 മണിക്കൂർ അവിടെ ഇരുത്തി. പിന്നെ ഞാൻ അവിടെ വെച്ച് മുഖത്ത് മരവിച്ച് ഛർദ്ദിച്ച് അത് കഴിഞ്ഞിട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തിരിച്ചു വന്ന വഴിക്ക് സാറിനെ വിളിക്കാൻ പറഞ്ഞു ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ
വാങ്ങിച്ചു വെച്ചായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ആധാർ കാർഡും കാര്യങ്ങളൊക്കെ സാറിന് അയച്ചു കൊടുത്തു. എൻ്റെ നേരത്തെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സാറിന് അയച്ചു കൊടുത്ത് ആ സാറ് വന്ന് സംസാരിച്ച് SHO ആയിട്ട് സംസാരിച്ച് എന്നെ മാറ്റി നിർത്തിയേക്കണായിരുന്നു. അപ്പോൾ കുറേ പോലീസുകാർ അവിടെ മഫ്തിയിലിരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ് നിന്നെ എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ ഇതേപോലെ തല്ലിയെന്ന് പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല, നിന്നെ ടീച്ചർമാരൊക്കെ തല്ലിയിട്ടുള്ളതിൽ ചെറുപ്പത്തിൽ അതായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ടീച്ചർമാരും എന്നെ കരണത്തൊന്നും അടിച്ചിട്ടില്ല, തെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശാസിക്കണുണ്ട്, അല്ലാതെ ഇതേപോലെ വെറുതെ പിടിച്ചിട്ട് എന്നെ ഒന്നും തല്ലാറില്ല. ലാത്തിക്കും തല്ലി എൻ്റെ മുഖത്തിട്ടും തല്ലിയെന്ന് പറഞ്ഞു. അവർക്കതൊരു തമാശയാണ്, അടി കൊണ്ടത് എനിക്കാണല്ലോ. അപ്പോൾ വേറൊരു സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ സാറിന് ഒരു വിഷമമുണ്ടായി. ആ സാറൊന്നും മിണ്ടാണ്ട് അകത്തേക്ക് പോയി. കുറേ പേര് നല്ല പേരുണ്ട് കേട്ടോ, നല്ല ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. കുറേ ആൾക്കാരെ എനിക്ക് ശരിക്കും വെറുത്തു പോയി അന്നത്തെ ദിവസം. ഇതൊക്കെ പ്രതാപചന്ദ്രൻ്റെ ചെറിയ ചെറിയ നമ്പർ എന്നേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ച ഒരു സിമിലർ കൈൻഡ് ഓഫ് ഒരു തരം ഇയാളിങ്ങനെ കാണിക്കുന്നത്ര, അതായത് ഭയങ്കര ദേഷ്യം, വൈരാഗ്യം, ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പോയി ചോദിക്കുക, അടിക്കുക. ഈ പയ്യൻ അവിടെ ഇരുന്ന സമയത്ത് പോകുന്നു, ഒരു പ്രൊവോക്കേഷനും ഇല്ല, പയ്യനെ പിടിച്ച് അടിക്കുന്നു. പിന്നെ അടുത്ത ചോദിച്ചിട്ടുണ്ടാവും എന്താ അറിയോ, എന്താ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നീ ലഹരിയാണോടാ? ചെക്കൻ പറഞ്ഞ പോലെ പോക്കറ്റിൽ എന്തോ പൊങ്ങിയോ ലഹരിയാണോ? ഓക്കെ, പോലീസുകാർക്ക് ചോദിക്കണം, വേണമെന്ന് പറയുന്നില്ല. അവർക്ക് പോലീസുകാർക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു ദുരൂഹമായ സാഹചര്യം അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഫിഷി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആണിനെയോ പെണ്ണിനെയോ കണ്ടാൽ നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ ചോദിച്ചോ, രാപ്പകലില്ലാതെ നിങ്ങൾ ചോദിച്ചോ, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നാടിനെ നന്നാക്കാനെന്നുള്ള രീതിക്കൊക്കെ ഞങ്ങൾ എടുത്തോളാം. മാന്യമായിട്ട് ചോദിക്കണ്ടേ? അപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ ഇതേപോലെ വണ്ടിയിലിരിക്കാറുണ്ട്, നമ്മുടെ കാവുങ്ങ ബൈപ്പാസിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്. മലപ്പുറത്ത് പല പോലീസുകാരും പെട്രോളിങ്ങിന് പോകുമ്പോൾ പിന്നെ രാവും രാത്രിയും ഒക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും, മനസ്സിലായോ? രാവിലെയും രാത്രിയൊക്കെ 8 ഞാൻ പല സ്ഥലങ്ങളിലും ഇതേമാതിരി വണ്ടി സൈഡാക്കിയിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുക്കാറുണ്ട് വളരെ മാന്യമായിട്ട്. എന്താ ചെയ്യുന്നത്, ഞാൻ വീഡിയോ കട്ടാക്കുക വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ച് നിൽക്കാറില്ല. വീഡിയോ കട്ടാക്കിയിട്ട് സാർ എന്താ വീഡിയോ എടുക്കുകയാണ്, ഓക്കെ വിട്ടു. അവർ നമുക്ക് ഇങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കും. പക്ഷേ അതിന്നും മുകളിൽ പോയിട്ട് ചില സാഹചര്യങ്ങളിൽ ചില പോലീസുകാർ അറിഞ്ഞും കണ്ടും മനസ്സിലായിട്ടും ഇറങ്ങി വന്ന് ഉപദ്രവിക്കാൻ വേണ്ടി പല സാഹചര്യങ്ങളും, അപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ചില സമയത്ത് ഉപദ്രവിക്കാറുണ്ട്. അതൊക്കെ എന്താ പറയുക, ഒരുമാതിരി ഈഗോ പൊട്ടി, പോലീസായാലും ഞാൻ ഒന്നുമില്ലാത്തവനാണെന്നുള്ള തോന്നൽ മനസ്സിൽ തോന്നി. അല്ലെങ്കിൽ അതെന്താ അവൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യാഞ്ഞ്, അവൻ എന്താ എന്നെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്ത എന്നുള്ള തോന്നൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറേ പോലീസുകാർക്ക് ഇതേപോലുള്ള കുരുപൊട്ടും, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റമാണ് ഇവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ പ്രതാപചന്ദ്രൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ പയ്യൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ സനൂപിൻ്റെ കേസിലേക്ക് വരാം. സനൂപ് ഇന്ന് വന്ന് മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് സനൂപ് അനുഭവിച്ച പ്രശ്നങ്ങൾ. 2023 ഒരു തട്ടുകടയിൽ, ആ ന്യൂസ് ഞാൻ, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഞാൻ അന്ന് ചെയ്ത വീഡിയോൻ്റെ ലിങ്കും അത് ഞാൻ പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾ ആ വീഡിയോ കാണണം. ഞാൻ ആ വീഡിയോയിൽ അന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് നീ ഒരു ഇൻഫ്ലുവൻസറിനെ വെളുപ്പിക്കാൻ നടക്കല്ലേ, നീ നിൻ്റെ കൂട്ടത്തിലുള്ള ആളായതുകൊണ്ട് വെളുപ്പിക്കാൻ പറഞ്ഞല്ലേ, അവൻ്റെ താടിയും മുടി അവൻ്റെ വീഡിയോ കണ്ടറിയാം അവൻ ലഹരിയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അതിനിടയിൽ കുറേ എണ്ണങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറേ ആൾക്കാരുണ്ടായിരുന്നു അന്ന് കമൻറ്റ് ഇട്ടിട്ട്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതിനകത്ത്, കൃത്യനിർവഹണത്തിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇവരുടെ മെയിൻ ഐറ്റം. ഓക്കെ, മെയിൻ ഐറ്റം അതാണ് പോലീസുകാരുത്. നമ്മൾ എന്തെങ്കിലും തിരിച്ച് ചോദിച്ചാലോ, ക്വസ്റ്റ്യൻ ചെയ്താലോ, നമ്മളെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചാലോ, ഇവർ ആ കൃത്യനിർവഹണത്തിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞ സാധനം ഇട്ട് എനിക്ക് ഇട്ടുന്നുണ്ട്. എനിക്ക് KP ആക്ടിൽ ഒരു സാധനം ഇട്ട് തന്നൊരു പോലീസുകാരൻ ഇതിൻ്റെ മെക്കെട്ട് കയറി അലമ്പായിട്ട്, ഞാനിപ്പോൾ അതിൻ്റെ കേസും കൂട്ടം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വിഷയം ഈ സനൂപിൻ്റെ വിഷയത്തിൽ പറ്റിയത്, സനൂപും കൂട്ടുകാരും രാത്രി ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിക്കാൻ പോയ വ്യക്തി തട്ടുകടയിലെത്തി, വണ്ടി പാർക്ക് ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോലീസുകാർ വന്നിട്ട് വണ്ടിയിൽ ബുക്കും പേപ്പറും എടുക്കാൻ പറയുന്നു. എന്തിനാ സാറേ എന്ന് ചോദിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമാവുന്നു. വർത്താനമായതിനു ശേഷം അടുത്ത പരിപാടി കീ പിടിച്ച് വാങ്ങലല്ല, കീ പിടിച്ച് വാങ്ങുന്നു. കീ പിടിച്ച് വാങ്ങിയതിനു ശേഷം കീ നോക്കുമ്പോൾ അതിനകത്ത് കീ ഒരു ഇങ്ങനെ വളഞ്ഞിട്ടുള്ളൊരു കത്തിയാണ്. കീ എന്ന് പറയുന്നത് ഒരു കത്തിയാണ് അവർ കീൻ്റെ ലോക്കറ്റ് ആക്കിയിട്ടിട്ടുള്ളത്. അതൊരു ഭയങ്കര സീനാക്കി, മാരകായുധം കയ്യിൽ വെച്ചു, കൃത്യനിർവഹണം എതിരെ നിന്നു എന്ന് പറയുന്നു. പിന്നെ അത് ലഹരി കേസാക്കി മാറ്റി. ഇവൻ കള്ളുപിടിച്ച മാതിരി വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഇതിൽ ലഹരി ഇവർ ഏത് ആസ്പെക്റ്റിൽ കൊണ്ടുവന്നു എന്നുള്ളത് അന്നും ഞാൻ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം. അത് എങ്ങനെയാണ് ഇവർ ലഹരിയുടെ കാര്യം കൊണ്ടുവന്ന് പറയുക. പിന്നെ കത്തിയുടെ കീച്ചെയിൻ എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഞാൻ വീഡിയോ പറഞ്ഞതിന് എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളൂ. ഇന്ന് പ്രമുഖരായിട്ട് നടക്കുന്ന പല മതനേതാക്കന്മാരും രാഷ്ട്രീയക്കാരും മതസ്ഥാപനങ്ങളും ഇവിടുത്തെ ബിസിനസ്സുകാരുടെ പല ഹോട്ടലുകളും പല ബിസിനസ് സ്ഥാപനങ്ങളിലും ഗുണ്ടാ ടീമുകളെ ബാക്കപ്പായി വെച്ച് ആയുധങ്ങളും വെച്ച് നടക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവിടെയൊന്നും ഏമാന്മാർ കയറി ചെല്ലാറില്ല, അവിടെയൊന്നും കയറി നിരങ്ങാറില്ല, ഒന്നും കാണിക്കാറില്ല. ഓക്കെ,
അപ്പോൾ ഇവൻ ആയുധം അങ്ങനെ ഒരു ആയുധം കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനവൻ എന്ത് ചെയ്യാം, പണിഷ് ചെയ്യാം. നോ പാർക്കിങ്ങിലുണ്ടെങ്കിൽ അതിന് പണിഷ് ചെയ്യാം, വണ്ടിക്ക് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പണിഷ് ചെയ്യാം. ഒരാവശ്യമില്ലാതെ ഒരുത്തനെ പിടിച്ചുകൊണ്ടിട്ട് ഇവൻ ലഹരിയാണ് എന്നുള്ളൊരു കാര്യവും പറഞ്ഞ് അത് അന്ന് മീഡിയ, ഇവനൊരു ഇൻഫ്ലുവൻസറും കൂടിയായി. ഇവൻ ആ ടൈമിൽ കിങ് ഓഫ് കൊത്തയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത്യാവശ്യം അന്ന് റീച്ചും കൂടുതലായിരുന്നു ഈ വ്യക്തിക്ക്. അതങ്ങോട്ട് ആഘോഷിച്ചു. ഞങ്ങൾക്ക് ഞാൻ 2023 ആ സമയത്ത് ഇവിടെ എറണാകുളത്ത് കിങ് ഓഫ് കൊത്തറ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചായ കുടിക്കാൻ പോയതാണ്. ഒരു മെയ് മാസം ആ സമയത്താണ്. പുള്ളി പറഞ്ഞ പോലെ വന്നിട്ട് കുറച്ച് അപ്പുറത്ത് കുറച്ച് പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കാണ് ആദ്യം വന്നത്. അവരുടെ എന്തോ ചൂടാവണൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി അതിനുശേഷം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്താ ഈ നേരത്തെ ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും തുടങ്ങിയത്. പക്ഷേ ഇത് പറഞ്ഞിട്ട് ഇവരൊരു 3-4 പോലീസുകാർ ഒരുമിച്ച് നിന്നതിന് ശേഷം പെട്ടെന്ന് നീ സാധനം അടിച്ചിട്ടുണ്ടോ, നീ ഏത് സാധനം അടിച്ചിട്ടുണ്ട്, കഞ്ചാവാണോ, അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ടോപ്പിക്ക് മാറി തുടങ്ങി. ഞാൻ ആ സമയത്ത് മുടിയും താടി ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മളിങ്ങനെ താടി മുടി നീട്ടി വളർത്തി കഴിഞ്ഞിട്ട് ഓരോന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരാന്നുള്ള അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇവർ ഇത് ഫോക്കസ് ചെയ്തിട്ട് സാറേ ഞങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന് പറയുമ്പോഴത്തേനും അടുത്ത ആൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെയൊക്കെ ശരീരം കണ്ടറിയാലോ, നീ ഇവിടെ എന്ത് പണിക്ക് വന്നാന്ന് പറഞ്ഞു. ഈ വണ്ടി അവിടെ നിന്ന് മോഷ്ടിച്ച്, പിന്നെ വണ്ടി മോഷ്ടിച്ചതിലേക്കായി. അങ്ങനെ വിഷയങ്ങൾ മാറിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്കാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഞങ്ങൾക്കെതിരെ കേസെടുക്കാന്ന് പറഞ്ഞാൽ അവരൊരു 6-7 പോലീസുകാരുണ്ട്. ഇവർ ഇത്രയും പേരെ ഞങ്ങൾ 2 പേര് തല്ലി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഇവർ പറയുന്നത്. അതേപോലെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റേ സിഗരറ്റ് വലിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ FIR എഴുതിയേക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒന്നും ഞങ്ങൾ ഈവൺ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പ്രോപ്പറായിട്ട് എടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഒരു കാര്യമില്ലാണ്ട് ഞങ്ങൾ ഇതിനൊക്കെ ശേഷം ഞങ്ങളെ റോട്ടിലിട്ട് ചവിട്ടി, ഇതൊക്കെ മുമ്പ് ന്യൂസ് വന്നിട്ടുള്ളതാണ്, റോട്ടിലിട്ട് ചവിട്ടുന്നതിന്റെ ഒക്കെ മറ്റേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ആ വിഷയമുള്ളതിന്റെ ബലത്തിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് വരാൻ തന്നെ കാരണം. എത്ര ദിവസം ജയിലിൽ കിടക്കണം? ഞങ്ങൾ 4ാമത്തെ ദിവസമാണ്. 3 ദിവസത്തോളം കടന്നു. അതിനുശേഷം ഞങ്ങളെ റോട്ടിൽ നിന്ന് തല്ലിയതിന്റെ പുറമെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടും തല്ലി. അവിടെ CC ക്യാമറ ഇല്ലാത്ത റൂം, ഒരു സ്ട്രേറ്റ് കാണുമ്പോൾ റൂമുണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾ തല്ലി. അങ്ങനെ മാനസികമായിട്ടും ഈ പറഞ്ഞ പോലെ ഫാമിലിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി എന്റെ കരിയർ നശിപ്പിച്ച ആളെന്ന് പറഞ്ഞു. കൂടെയുള്ള ഫ്രണ്ടിന്റെ കല്യാണം അടുത്ത മാസമായിരുന്നു. അപ്പോൾ അത് അവരൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നീട് ഞങ്ങൾ കോടതിയിൽ ലീഗലായിട്ട് മൂവ് ചെയ്തു. സത്യം പറഞ്ഞാൽ ക്രിമിനൽസ് കാക്കിയിട്ട് വന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോഴും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. കോടതിയിൽ എന്താ നിങ്ങളുടെ കേസ് എന്താ? കോടതിയിൽ ഞങ്ങളെ പബ്ലിക്കായിട്ട് തല്ലി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ പറയുന്ന ഇപ്പൊ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്റെ കൂട്ടുകാരന്റെ ഫോണിൽ ലൈവായിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കൈയോടെ എറിഞ്ഞ് പൊട്ടിച്ചു. അത് അവർ തെളിവില്ലാണ്ടാക്കി. അതേപോലെ തന്നെ മറ്റേ എന്റെ കയ്യിലൊരു ഐഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ പുള്ളിയെടുത്ത് പോക്കറ്റിലിട്ടു. ഇതുവരെ എനിക്ക് CI പ്രതാപേന്ദ്രൻ അത് തന്നിട്ടില്ല. ഞങ്ങൾ ഫോൺ ചോദിക്കുമ്പോൾ നീയൊക്കെ ഫോൺ എവിടെ കൊണ്ടുപോയിട്ട് കളഞ്ഞ്, അല്ലെങ്കിൽ അതേപോലെ മറ്റേ മജിസ്ട്രേറ്റിന്റെ വീടിന്റെ മുമ്പേക്ക് പോണതിന്റെ ഇടയ്ക്ക് പുള്ളി പറയാണ് നീയൊക്കെ അവിടെ പോയിട്ട് ഇങ്ങടനല്ലേ വരണ്ടേ. ഞാൻ ആലോചിക്കട്ടെ. പ്രതാപചന്ദ്രന്റെ പ്രതാപകാലത്ത് ചെയ്ത് കൂട്ടി. ഇപ്പോൾ പ്രതാപകാലൊന്നുമല്ല, പ്രതാപവും പോയി, ചന്ദ്രൻ അമാവാസി പോലെ ആവും ചെയ്തു. ഇതാണെങ്കിൽ പ്രതാപചന്ദ്രൻ കാണിച്ചു കൂട്ടിയ അട്രോസിറ്റീസ് കുറവൊന്നുമല്ല. ഇതൊരു പ്രതാപചന്ദ്രനിൽ നിൽക്കുന്ന പരിപാടിയല്ല, മനസ്സിലായോ? ഇതൊരുപാട് ഇതേപോലുള്ള പ്രതാപചന്ദ്രന്മാർ കേരള പോലീസിലുണ്ട്. കാക്കി മീത്ത് കയറിക്കഴിഞ്ഞാൽ രാജാവാണ് എന്ന് പറഞ്ഞ് നടക്കും, നാട്ടുകാരുടെ നെഞ്ചത്ത് കയറും, അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും. അവർക്ക് എന്ത് കേസും ഫ്രെയിം ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രം കൂടിയ പോലീസ്, ഈ പ്രതാപചന്ദ്രൻ നക്ഷത്രം ഇല്ലാത്തൊരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഇവനെതിരെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു സസ്പെൻഷൻ്റെ മുകളിൽ വന്നു പറഞ്ഞിട്ട് പിന്നെ ആ കേസ് നമ്മൾ കേൾക്കാനേ പോകുന്നില്ല. ഇതൊരു SHO CI എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് നക്ഷത്രം വരുമ്പോഴത്തേക്ക് കേസിൻ്റെ ഗ്രാവിറ്റി കൂടും, പണിയും കൂടും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ നക്ഷത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ സീന്. കുറച്ച് പോലീസുകാർക്ക് ഇങ്ങനത്തെ ചൊറിയാണ്, മനസ്സിലായി. അവരെങ്ങനെ ഫ്രെയിം ചെയ്യും? അവർക്ക് അവരുടെ ഈഗോ പൊട്ടിക്കഴിഞ്ഞാൽ അവരാരെങ്ങനെ വേണേൽ ഫ്രെയിം ചെയ്തിട്ട് ഒരു കേസ് എടുക്കും. പ്രധാനപ്പെട്ട സാധനം കൃത്യനിർവഹണത്തിനെതിരെ നിന്നു. പിന്നെ അടുത്തത് ഈ പറഞ്ഞ പോലെ കുറച്ച് താടിയും മുടിയൊക്കെയാണുള്ള ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ലഹരിയല്ലേ ഇടാതി. പെൺകുട്ടികളാണെങ്കിൽ അസമയത്ത് എന്തിനു പുറത്തിറങ്ങി, അല്ലെങ്കിൽ എന്തിനാണ് നീ അവൻ്റെ ഒപ്പം പോയത്, അല്ലെങ്കിൽ നീ ഇവിടെ എന്ത് ചെയ്യുന്നു, സദാചാരം. ഇങ്ങനെ അടിച്ച് കുറേ എണ്ണങ്ങൾ. ഇന്നാ എവിടെയെങ്കിലും കൈയിട്ട് വാങ്ങി നക്കാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കുനിഞ്ഞ് നിന്ന് കൈയിട്ട് വാങ്ങി നക്കി തിന്ന് പോവും ചെയ്തിട്ടുകൾ. മനസ്സിലായോ? നല്ലവരായ പോലീസുകാർക്ക് ഇത് കേൾക്കുമ്പോൾ പൊളിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ വെരി അൺഫോർച്ചുനേറ്റ്ലി വൃത്തികേട് കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതും ഈ പറഞ്ഞ നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് കുറച്ച് പോലീസുകാർക്ക് തെമ്പ് കൂടിയിട്ടുമുണ്ട്.
അതൊന്നാമത്തെ കാര്യം പിണറായി പോലീസ് സിസ്റ്റത്തിന് അഴിച്ചു വിട്ടതുകൊണ്ടല്ല, ആഭ്യന്തരം കയ്യിൽ വെച്ച പിണറായിയോട് വെറും പുച്ഛം പരിഹാസമാണ് ഇവർക്ക്. മനസ്സിലായില്ലേ? ആൻഡ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയും കൊട്ടേഷൻ ഗ്യാങ്, ഗുണ്ട ഗ്യാങ്, ഒന്നുമില്ല നമ്മളെ നാട്ടിലൊക്കെ. എസ്പെഷ്യലി ഒരു സാധനവും നമ്മളെ നാട്ടിലല്ല. ഞാൻ ഇപ്പോൾ അടുത്ത് മുംബൈ പോയപ്പോൾ മുംബൈയിൽ തന്നെ കുറേ ടീംസ് പറയുക ഇവിടുത്തെ ഗുണ്ടകൾ ഇപ്പോൾ പോലീസുകാരാണ്. ഈ രാജ്യത്ത് അതാണ്, ഗുണ്ടാ സിസ്റ്റം വരെ ഇപ്പോൾ പോലീസ് സിസ്റ്റമാണ്. പോലീസ് സിസ്റ്റമാണ് ഇവിടുത്തെ ഗുണ്ടാ സിസ്റ്റം. അവർ വിചാരിച്ച് എന്തും നടക്കും, അവരെ നടത്തൂ കാര്യങ്ങൾ. അപ്പോൾ അതിലുള്ള ഇതേപോലുള്ള ഗുണ്ടകളായ പ്രതാപ് ചന്ദ്രനെ പോലുള്ള ആളുകളെ ഇതേപോലുള്ള വിഷയങ്ങളിൽ കിട്ടിയാൽ പൊതുജനം തിരിച്ചറിയും, മനസ്സിലാക്കും. പക്ഷെ ഇവനൊക്കെ ഈ സസ്പെൻഷന് പോയിട്ട് പിന്നെ നൈസായിട്ട് വീണ്ടും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്കോപ്പും പറഞ്ഞ് കയറും. അങ്ങനെയല്ല, ഇതൊരു സ്ത്രീയെ അടിച്ച് ഈ രീതിയിൽ അത് പൊതുജനങ്ങൾ കണ്ടൊരു കാര്യത്തിൽ പിണറായി വിജയൻ ഇത്തിരിയെങ്കിലും നാട്ടുകാരോട് കമ്മിറ്റ്മെൻറ്റ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇവന് ഡിസ്മിസൽ ഓർഡർ അടിച്ച് കൈ കൊടുക്കണം. മനസ്സിലായില്ലേ? അതാണ് ചെയ്യേണ്ടത്. കാരണഭൂതൻ നാട്ടുകാരോട് ഇത്രയെങ്കിലും കരുണ കാണിക്കണം. ഇങ്ങനത്തെ ഉള്ള നാറികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്. നിങ്ങൾ മീഡിയക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പോലെ പോലീസ് സിസ്റ്റത്തിൽ നിന്നും ഇവരെ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ധൈര്യം പിണറായി വിജയൻ കാണിക്കണം. എന്നാൽ പോലീസ് സിസ്റ്റം നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ചെങ്കിലുമൊക്കെ നന്നാവും. ഇവനെ ഒറ്റടുത്തനെ കാട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലെയും എല്ലാ ക്യാമറയുടെയും വിഷ്വൽസ് ഇരുന്ന് ചെക്ക് ചെയ്ത പല ഇതേപോലുള്ള കേസുകളും കുത്തിപ്പൊങ്ങി പുറത്തു വരും. സ്റ്റേഷനിൽ വെച്ച് നടന്ന ഇതിനേക്കാൾ മോശമായിട്ടുള്ള പലർക്കും ഉണ്ടായ അനുഭവങ്ങൾ, പിന്നെ ഭീഷണിപ്പെടുത്തലുകൾ, പല സാധനങ്ങളും പുറത്ത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും പോലീസിൻ്റെ ഗുണ്ടാരാജ് എന്താണ് കേരളത്തിൽ എന്നുള്ളത്. കേരളത്തിൽ നിന്നല്ല, ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മൊത്തം പോലീസ് സിസ്റ്റമാണ് ഇപ്പോൾ ഗുണ്ടകളായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു എന്താ പറയുക, വെറുതെ ഞാനത് തള്ളിയതുപോലൊന്നും ആവില്ല. അങ്ങനെയാണിപ്പോൾ. ചില പോലീസുകാരെ കൊണ്ട് അതങ്ങനെ ആയി മാറി. പിന്നെ അവിടുത്തെ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും ബിസിനസ്സുകാരും പോലീസുകാരങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. നേരും നെറിയും നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ ജോലി എടുക്കുന്ന പോലീസുകാർക്കൊന്നും ഇവിടെ ഒരു വിലയില്ല. അവരെന്നെ പോലീസുകാരുടെ ഇടയിൽ വിലകെട്ടവരായിട്ട് അങ്ങോട്ട് ജീവിച്ച് തീർക്കുകയാണ് അവരുടെ സർവീസ് മൊത്തം. പിന്നെ ഈ പ്രതാപചന്ദ്രൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യമുണ്ട്. ബാക്കി പോലീസുകാർക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ എല്ലാം കൂടി അവൻ്റെ തലയിലിട്ട് എല്ലാവരും കൂടി പിന്നെ കാലും മാറി പോയിട്ടുണ്ട്. അവന് കിട്ടണം. പോലീസിൻ്റെ ഇടയിൽ തന്നെയുള്ള ഒരു അന്വേഷണത്തിൽ പോലീസുകാരൊപ്പം വന്ന് സ്റ്റേഷനിലുണ്ടായ പോലീസുകാർ ഫുള്ള് കാല് മാറി. ഇവൻ ഒറ്റയ്ക്ക് ഇവൻ്റെ ചൂടും പുറത്ത് ചെയ്ത പരിപാടിയാണെന്നുള്ളത് എന്താണെങ്കിലും അതങ്ങോട്ട് അറിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഈ പോലീസ് സിസ്റ്റത്തിനകത്തുള്ള ആളുകൾ ഞാൻ പറയുമ്പോൾ ലഹരി ടെസ്റ്റ് നടത്തണം എല്ലാ ഇൻ്റർവ്യൂവിലും. എന്നിട്ട് അത് പൊതുജനത്തിന് പബ്ലിഷ് ചെയ്യണം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ. ഞാൻ സീരിയസ് ആയിട്ട് പറയും, ലഹരി ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യണം പൊതുമധ്യത്തിൽ ഓരോ സ്റ്റേഷനിലും എല്ലാവരും 6 മാസം കൂടുമ്പോൾ. അപ്പം അറിയാം സിസ്റ്റത്തിനകത്ത് എത്രത്തോളം നീറ്റായിട്ടുള്ളവരുണ്ട് ഇല്ല എന്നുള്ളത്.